ജനവിധിക്ക് പിന്നാലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതിയ ഭരണസമിതിയെ നിശ്ചയിക്കാൻ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. സ്വതന്ത്രർക്ക് ഏറെ മൂല്യമുള്ള കാലമാണിത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രാദേശിക നീക്കുപോക്കുകൾക്കും സാധ്യതയുണ്ട്. അങ്ങനെ നാടകീയത നിറഞ്ഞു നിൽക്കുന്ന തദ്ദേശങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക്. പതിറ്റാണ്ടുകളുടെ ഇടതുഭരണം അവസാനിപ്പിച്ച് തലസ്ഥാനത്ത് BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. പക്ഷേ സുഗമമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്വതന്ത്രരുടെ പിന്തുണ വേണം. അതേക്കുറിച്ചുള്ള റിപ്പോർട്ടാണ്. പതിറ്റാണ്ടുകളായി ഇടതിനൊപ്പം നിലകൊണ്ടിരുന്ന ഉരുക്കുകോട്ട അത് കൈപ്പിടിയിലാക്കിയ BJP ഇനി ദിവസങ്ങൾക്കുള്ളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലേറും. അതിനു മുൻപേ ആ ഭരണത്തിന് തടയിടാൻ ആകുന്ന ശ്രമങ്ങളാണ് CPIM നടത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയെ മാറ്റി നിർത്തുമെന്ന നിലപാട് പറഞ്ഞത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആയിരുന്നു. എന്നാൽ ആ ആലോചന ചർച്ചകൾക്ക് മുന്നേ പൊളിഞ്ഞു. LDFുമായി സഹകരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആത്മഹത്യാപരമാണെന്ന് തിരിച്ചറിഞ്ഞ UDF കൈകൊടുത്തില്ല. ഇതോടെ UDFുമായി സഹകരിച്ച് ഭരണം പിടിക്കാനില്ലെന്ന പ്രസ്താവനയുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ രംഗത്തെത്തി. ധാരണയില്ലാതായതോടെ ജനാധിപത്യപരമായി അധികാരത്തിലെത്തിയ ഭരണസമിതിയെ അട്ടിമറിക്കാനില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടിയും വ്യക്തമാക്കി. അങ്ങനെ ഈ ഒരു ജനാധിപത്യപരമായി അധികാരത്തിൽ വന്ന ഒരു ഭരണസമിതിയെ അട്ടിമറിക്കാനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലിടപെടുന്നതിന് വേണ്ടിയൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കോർപ്പറേഷനിലെ 101 വാർഡിൽ 100 എണ്ണത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 50 വാർഡുകൾ BJPയുടെ കൗൺസിലർമാർ മാത്രമാണ്. 29 LDFനും 19 UDFനും 2 സ്വതന്ത്രന്മാരിൽ ഒരാൾ UDF വിമതനുമാണ്. ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ ഇരുമുന്നണികളും മേയർ സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുകയായിരുന്നു പദ്ധതി. മാറ്റിവെച്ചിട്ടുള്ള വിഴിഞ്ഞം വാർഡിലെ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കാൻ സാധ്യത കുറവാണ്. ഈ സീറ്റ് കൂടി കിട്ടിയാൽ UDF LDF സഖ്യത്തിന് 51 വാർഡിന്റെ ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്താം എന്നതായിരുന്നു പദ്ധതി. സ്വതന്ത്രന്മാരും ആർക്കൊപ്പം നിലകൊള്ളണമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. ഇന്നലെ കുറേ ആളുകളുമായിട്ട് സംസാരിച്ചു. ഇന്നും എൻ്റെ വാർഡിലെ കുറേ ആളുകളുമായിട്ട് സംസാരിക്കാനുണ്ട്. നമ്മുടെ ഒരു ക്യാമ്പയിൻ നടത്തിയ ടീമുണ്ട്. ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയ ടീം എടുക്കുന്ന തീരുമാനം അത് ചിലപ്പോൾ വിട്ടു നിൽക്കാനായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പിന്തുണയ്ക്കണോ പിന്തുണ വാങ്ങണോ ഈ കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചാൽ ഉടനെ അറിയിക്കുകയും ചെയ്യും. BJPക്കെതിരെ LDFനൊപ്പം ചേർന്നാൽ 6 മാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിക്കുമെന്ന തിരിച്ചറിവാണ് ധാരണയിൽ നിന്ന് പിന്നോട്ട് പോകാൻ UDFനെ പ്രേരിപ്പിച്ചത്. മറ്റ് സങ്കീർണതകളില്ലാതെ സുഗമമായി മേയറേയും തെരഞ്ഞെടുത്ത് ഭരണം തുടങ്ങാമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. എങ്കിലും കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഭരണനിർവഹണത്തിൽ വിമതന്മാരെടുക്കുന്ന നിലപാട് BJPക്ക് നിർണായകമാകും. തിരുവനന്തപുരത്ത് നിന്നും മനീഷ് മഹിബാൽ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.